ധർമ്മടം കോഴിക്കോട്ടൊന്ന് ചേരുന്നുണ്ട്. ദീപക്, അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരുന്നു? ഈ സുപ്രധാന സൂചനകളിലേക്ക് മെഡിക്കൽ കോളേജ് പോലീസിന് എങ്ങനെ എത്താൻ കഴിഞ്ഞു? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ആദ്യം തന്നെ കേരള പോലീസിന്, കോഴിക്കോട് സിറ്റി പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ട കേസാണിത്. കാരണം ഒരുപക്ഷെ നിരവധി മാൻ മിസ്സിംഗ് കേസുകൾ നിലവിൽ അൺഡിറ്റക്റ്റഡായി കേരളത്തിൽ നൂറുകണക്കിന് കിടക്കുമ്പോഴാണ് 1.5 വർഷം മുമ്പുള്ള ഒരു മാൻ മിസ്സിംഗ് കേസ്, ആ കേസിലാണിപ്പോൾ ഒരു ദൃശ്യം മോഡൽ കൊലപാതകം വളരെ ആസൂത്രിതമായി വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഒരു കൊലപാതകം തെളിഞ്ഞിരിക്കുന്നത്. ഈ കേസിൻ്റെ സംഭവം ഇങ്ങനെയാണ്. സാമ്പത്തികമായ വൈരാഗ്യം, സാമ്പത്തിക ഇടപാടിലെ കൊടുക്കൽ വാങ്ങലുകളിലെ വൈരാഗ്യത്തെ തുടർന്നാണ് ബത്തേരി സ്വദേശി, ബത്തേരിയിലെ വിനോദ് ഭവനിലാണ് ഈ ഹേമചന്ദ്രൻ ബത്തേരിയിൽ നിന്നും കോഴിക്കോട് മുണ്ടിക്കൽ താഴത്തിനടുത്ത്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ലിമിറ്റിൽപ്പെട്ട സ്ഥലമാണ്, അവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. 20-ാം തീയതി, അതായത് 2024 മാർച്ച് 20-ാം തീയതി ഇദ്ദേഹത്തെ കാണാതാകുന്നു. അതിനുശേഷം ഏപ്രിൽ 1-ാം തീയതി ഭാര്യ സുബിഷ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകുന്നു. ആ പരാതിയിൽ പോലീസ് FIR ഇടുന്നു. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അന്വേഷണത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് പോലീസിന് ചില സംശയങ്ങൾ വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ CDR എടുത്തുള്ള പരിശോധനയിൽ ഈ തട്ടിക്കൊണ്ടുപോകലിന് തൊട്ട് മുൻപ് ഒരു കണ്ണൂരിൽ നിന്നും ഒരു കോൾ വന്നിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തുന്നു. അത് ഈ ഹേമചന്ദ്രൻ്റെ പെൺ സുഹൃത്തിൻ്റെതാണ്. ആ പെൺ സുഹൃത്തിനെ കൊണ്ട് ഹേമചന്ദ്രനെ വീട്ടിൽ നിന്നും പുറത്തേക്കിറക്കി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. അവിടെ നിന്നും റോഡരികിൽ നിന്നും കാറിൽ ഇട്ടുകൊണ്ട് കൊണ്ടുപോവുകയായിരുന്നു. അതിലേറ്റവും നാടകീയമായ ആസൂത്രിതമായ ഒരു കൊലപാതകം. സാമ്പത്തികമായ ഇടപാടിലെ വൈരാഗ്യത്തിൽ പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിക്കുന്നു. അത് പെൺസുഹൃത്ത് കൃത്യമായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി കഴിഞ്ഞു. ഈ കേസിൽ മിക്കവാറും ഒരു മാപ്പ് സാക്ഷിയായി ഈ കേസിലെ നിർണായകമായ മൊഴി ഈ പെൺസുഹൃത്തിൻ്റെതായിരിക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഇതിൽ ജ്യോതിഷ് അതുപോലെ അജേഷ്, ഇവർ രണ്ടുപേരെ കിഡ്നാപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. അവരെ രഹസ്യമാക്കി വെച്ചു പോലീസ്. അത് കഴിഞ്ഞ് കസ്റ്റഡിയിൽ വാങ്ങിച്ച് വിശദമായി വീണ്ടും ചോദ്യം ചെയ്തു. ആ ഘട്ടത്തിലാണ് കൊലപാതകം സ്ഥിരീകരിക്കപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി 24 സംഘവും ഈ കേസിൻ്റെ പുറകിലാണ്. ഏതാണ്ട് 2 ആഴ്ചക്കാലമായി പോലീസ് രഹസ്യങ്ങൾ പുറത്തുവിടരുത് എന്നുള്ള നിലപാടെടുക്കുന്നു. ഈ കേസിൽ ഇപ്പോൾ മൃതദേഹം കണ്ടുകിട്ടിയതിന് ശേഷമാണ് 24 ഈ കൊലപാതകം സ്ഥിരീകരിച്ച് വാർത്ത 24 ആണ് ആദ്യം പുറത്തുവിടുന്നത്. ഇതിൽ വളരെ ആസൂത്രിതമായൊരു കൊലപാതകം. അത് മാത്രവുമല്ല, ഈ 20-ാം തീയതി ഇവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയി കർണാടകത്തിലും തമിഴ്നാട്ടിലും കൊണ്ടുപോയി ടോർച്ചർ ചെയ്തു എന്നുള്ള വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കുന്നു. അതിനുശേഷം കൊല്ലപ്പെട്ടതിന് ശേഷം ഈ വയനാട് കർണാടക അതിർത്തിയിലെ റോഡിനകത്തുള്ള അടുത്തുള്ള കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളിൽ ഒരാളുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ ബോഡി കണ്ടെടുത്തിരിക്കുന്നത്. അതും ACP ഉമേഷിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. മറ്റൊന്ന് മെഡിക്കൽ കോളേജ് CI ജിജീഷ് ഫയൽ പരിശോധിക്കുമ്പോഴുള്ള മൊഴികളിലെ പൊരുത്തക്കേടിൽ നിന്നാണ് ഈ കേസിൻ്റെ പിന്നീടുള്ള അന്വേഷണം നടക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണനും DCP അരുൺ K പവിത്രനും ഈ കേസ് ശാസ്ത്രീയമായി കണ്ടെത്തി. അതായത് ടവർ ഡം എടുക്കണം, അതുപോലെ തന്നെ കൂടുതൽ CDRകൾ എടുക്കണം. അങ്ങനെയാണ് ഇതിൽ ഇപ്പോൾ വിദേശത്തുള്ള നൌഷാദ് എന്ന് പറയുന്ന ഒരാൾ ഈ കേസിലെ പ്രധാന പ്രതിയാണ്. 2 പേരെയാണ് പിടികൂടിയത്. കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും സമീപകാലത്ത് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് ഒരു സ്ഥലത്ത് എത്തിച്ച് അവിടെ നിന്നും തട്ടിയെടുത്ത് കൊണ്ടുപോയി കൊലപാതകമാണ് നടന്നത്. വിജയകുമാർ.